എല്ലാ കല്ലിലും ശില്പമുണ്ട്, നാം അതറിയുന്നത്. വിജയനായും ഭാസ്കരനായും സരോജ് കുമാറായും പ്രഭാകരനായും അംബുജാക്ഷനായും മരുതായും അനിരുദ്ധനായും ബാലനായും അപ്പക്കാളയായും നമ്മളെ രസിപ്പിച്ച ശ്രീനിവാസൻ ആകാശത്തെ താരക്കൂട്ടങ്ങളിൽ ഒരാളായിരിക്കുന്നു. മുന്നേ പോയ സഹപ്രവർത്തകർക്കൊപ്പം ആളെ കളിയാക്കിയുള്ള തമാശകളും ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്ന പരിഹാസങ്ങളുമൊക്കെ പങ്കുവച്ചിരിക്കുകയായിരിക്കും ശ്രീനിവാസനെന്നോർത്ത് ബാക്കിയായ നിത്യശൂന്യതയിലേക്ക് നോക്കി നെടുവീർപ്പിടുകയാണ് വിമലയും വിനീതും ധ്യാനും ദിവ്യയും അർപ്പിതയും പിന്നെ അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളും. തിരശീലയിൽ വന്നുപോയ കഥാപാത്രങ്ങൾക്കപ്പുറം തിരശീലയ്ക്കായി എഴുതിയുണ്ടാക്കിയ കഥാപാത്രങ്ങളും ഡയലോഗുകളും ശ്രീനിവാസൻ എന്ന മനുഷ്യനെ മലയാള സിനിമയിലും മലയാളികളുടെ നിത്യജീവിതത്തിലും അടയാളപ്പെടുത്തിയിരിക്കുന്നു. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയാത്ത മലയാളിയുണ്ടോ? ഓപ്പറേഷനും പാലുകാച്ചും പ്രതിക്രിയാവാതകം എന്നൊക്കെ കളി പറയാത്തവരുണ്ടോ? സാമൂഹ്യ വിമർശനം ഇത്രമേൽ സരസമായി പറഞ്ഞിട്ടുള്ള എത്ര പേരുണ്ട്? സരസമായ അവതരണത്തിലൂടെ ഗൗരവമുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ശ്രീനി മാജിക് എത്ര പേർക്കാണ് പ്രചോദനമായിട്ടുള്ളത്? അതുകൊണ്ടാണ് എറണാകുളം ടൗൺ ഹാളിലും കണ്ടനാട്ടെ വീട്ടിലും പല തലമുറകളിൽപ്പെട്ട ചലച്ചിത്ര പ്രവർത്തകർ വന്നുപോയത്. P.A. ബക്കറിന്റെ മണിമുഴക്കം എന്ന ഗൗരവമുള്ള സിനിമയിലൂടെ ആദ്യ ചുവടുവെച്ച ശ്രീനിവാസൻ പിന്നെ മലയാള സിനിമയിൽ നടന്നു തീർത്തത് 4 പതിറ്റാണ്ടാണ്. ആ യാത്ര അവസാനിപ്പിച്ച് ശ്രീനിവാസൻ മടങ്ങിയിരിക്കുന്നു. നിഴലും വെളിച്ചവും നിറപ്പകിട്ടും മാറി മാറി വരുന്ന കഥാപാത്രങ്ങളെ ബാക്കി വെച്ച്.